Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ എക്സാം ഇന്ന് ഫിനിഷ് ചെയ്തത് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് എല്ലാ സെമസ്റ്ററിലെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. കാരണം നമുക്കിനി അധികം ദിവസങ്ങളില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ M.Com ഡിഗ്രി എക്സാമിനേഷൻ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് പാർട്ട് എയില് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്, പ്രതീക്ഷിച്ചത്. നമ്പർ 1, സ്റ്റേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് കോ പ്രൊഡക്റ്റ്. ഞാൻ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്. ദെൻ വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, എന്തായാലും നമ്മൾ പഠിക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ദെൻ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. എക്സ്പ്ലെയിൻ ദി പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ്, ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മറ്റൊരു ചോദ്യം. അഡ്വാൻറ്റേജസ് ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ. അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഇപ്പോൾ ബ്ലാക്ക് ഫ്ലഷ് കിട്ടി, വാല്യൂ ചെയിൻ അനാലിസിസ് കിട്ടി. ദെൻ നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഈസി. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 കിട്ടി, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ പറ്റിയുള്ള ചോദ്യവും സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും. ദെൻ വാട്ട് ആർ ദി ടൂൾസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് കൈസൻ കോസ്റ്റിംഗ്, നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ശരിക്കും പറഞ്ഞ പാർട്ട് എയിൽ വന്നുള്ള 7 ചോദ്യങ്ങളും ഈസി ആയിരുന്നു. ഓക്കെ, സാധാരണ 3 ടഫായിട്ട് വരാറുണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോണ സമയത്ത് ഒരു തിയറിയും ബാക്കി എല്ലാ പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഇന്നലെ എക്സാമിനേഷൻ ടിപ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്പർ 1, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈസി ക്വസ്റ്റ്യൻ എല്ലാവർക്കും എഴുതാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ പറഞ്ഞു, ലാസ്റ്റ് മൊഡ്യൂള് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്പർ 9, പ്രോബ്ലം 2 ഡിവിഷന്റെ സെപ്പറേറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് വളരെ കംഫർട്ടബിൾ ആയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 പോണ സമയത്ത് അതും നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം. ബീറ്റ കമ്പനി ലിമിറ്റഡ് 3 തന്നിട്ടുണ്ട്, അതിന്റെ EFG. ദെൻ ബോട്ടിൽ നെക്സിന്റെ ഡീറ്റെയിൽസ്, ത്രൂപുട്ട് അക്കൗണ്ടിങ്, ത്രൂപുട്ട് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ് അതിൽ നിന്നൊരു പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11, ജോയിന്റ് എക്സ്പെൻസസിന്റെ അപ്പോർഷൻമെന്റ് ആണ്. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്, അതും കംഫർട്ടബിൾ ആണ്, നോ പ്രോബ്ലം. സോ നമ്മൾ പ്രതീക്ഷിച്ച ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. എണ്ണത്തിൽ 4 കിട്ടാൻ ഒരു പാടില്ല. ഓക്കെ, അത്യാവശ്യം ലെങ്ത് ഉള്ള ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ അപ്പുറത്തുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 പോകുന്ന സമയത്ത് ടാർഗറ്റ് കോസ്റ്റ് ആണ് അത്യാവശ്യം വലിയൊരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 13, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ, നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഈസി പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പോൾ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14 പോണ സമയത്ത് ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞാണ്. 6 പ്രോബ്ലംസും നമ്മൾ എന്തായാലും പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്സാ, എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിയറി ഉള്ളത് ഈസിയാണ്, ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ 4 പ്രോബ്ലംസും ചെയ്യാം. കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഇന്നലെ ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞിരുന്നു പാർട്ട് ബിയില്, അതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ഈസി, ഈ ട്രാൻസ്ഫർ പ്രൈസിന്റെ ക്വസ്റ്റ്യൻ ഈസി, ത്രൂപുട്ട് ഈസി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് പാർട്ട് ബിയില്. സോ വളരെ കംഫർട്ടബിൾ ആയിരുന്നു പാർട്ട് ബി. ദെൻ നെക്സ്റ്റ് പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയും പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ്.
നമ്പർ 1 മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇത് ഈസി ക്വസ്റ്റൻ ആയിട്ടോ. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ദെൻ ഞാൻ ഇന്നലെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ലാസ്റ്റ് ചാപ്റ്റർ നിർബന്ധമായും പഠിക്കണം. അതിൽ നിന്ന് ഒരു തിയറി ചോദ്യം ഉണ്ടായിരിക്കും. എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത് ഘോരം പറഞ്ഞിട്ടായിരുന്നു. അതേ ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ 2 തിയറി തന്നെ അങ്ങനെ കിട്ടും, 15ഉം 16ഉം. പിന്നെ പ്രോബ്ലം പ്രതീക്ഷിച്ച് തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന്റെ ഒരു പ്രോബ്ലം എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിന്റെ ഒരു പ്രോബ്ലം മറ്റൊന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ള കുട്ടികളൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ 5 സബ്ജക്ട്സിന്റെയും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ 3rd സെമസ്റ്ററിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം ഘടാഘടികന്മാരായിട്ടുള്ള 3 പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്, 2 തിയറി. അതിൽ ടാക്സ് വലിയ പേപ്പറാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. 3rd സെമസ്റ്ററിലോട്ട് വേണ്ട എൻ്റെ സപ്പോർട്ട് നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.